नमस्ते बच्चों, सभी को मेरे हिंदी क्लास में स्वागत है। आज हम मैं हूँ कलाम के बाकी भाग പഠിंगे। എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ചാപ്റ്ററിൻ്റെ ഹാഫ് പോർഷൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതാകും. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും പഠിക്കണം. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിൻ്റെ ബാക്കിയുള്ള ഭാഗമാണ്. അപ്പോൾ നമ്മൾക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതും പ്രസ് ചെയ്യണം. എന്നാലേ എൻ്റെ ഫ്യൂച്ചർ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി പാഠഭാഗത്തിലേക്ക് കടക്കാം. കലാം ഇത്നി സാരി കിതാബേ കായ് കി ഹേ. കലാം എന്താ ചോദിക്കുന്നത്? ഇത്ര ബുക്സോ, ഇത്ര പുസ്തകങ്ങളോ എന്തിനാണ്? രൺവിജയ്, ആപ്കോ അംഗ്രേജി നഹീ ആത്തി ക്യാ? നിങ്ങൾക്ക് എന്താ ഇംഗ്ലീഷ് അറിയില്ലേ? അംഗ്രേജി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് അറിയില്ലേ? കലാം, തെരുക്കു പേട് പർ ചढ़ना आता है? എനിക്കെന്താ മരത്തിൻ്റെ മുകളിൽ കയറാൻ അറിയോ? അതാണ് ചോദിക്കുന്നത്. പേട് പർ ചढ़ना എന്നാൽ മരത്തിൻ്റെ മുകളിൽ കയറാൻ അറിയുമോ? രൺവിജയ്, ഹമേ ഘോഡെ പർ ചढ़ना आता है, आपको घुड़सवारी आती है? അപ്പോൾ രൺവിജയ് എന്താ പറയുക? എനിക്ക് കുതിരയുടെ മുകളിൽ കയറാൻ അറിയാം. നിനക്ക് എന്താ കുതിരോട്ടം അറിയുമോ എന്നാണ് ചോദിക്കുന്നത്. घुड़सवारी എന്ന് പറഞ്ഞാൽ കുതിരോട്ടം. കലാം, മേരെക്കോ ഊണ്ട് പർ ചढ़ना आता है, എനിക്ക് ക്യാമലിൻ്റെ മുകളിൽ കയറാൻ അറിയാം. തെരുക്കോ ക്യാ ഊണ്ട് കി ദവാ കർണി ആത്തി ഹെ? നിനക്ക് ക്യാമൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ അറിയോ? ദവ എന്ന് പറഞ്ഞാൽ മെഡിസിനാണ്. അപ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് മെഡിസിൻ ചെയ്യാൻ അറിയുമോ എന്നാണ് കുട്ടി ചോദിക്കുന്നത്. इन संवादों के बाद कलाम और रणविजय के बीच घुड़सवारी सीखने और पेड़ पर चढ़ना सिखाने के लेन देन को लेकर दोस्ती हो जाती है. फिल्म के किस्सों में एक यादगार किस्सा चाय की दुकान चलाने वाले के अधूरे एक तरफा प्रेम का भी है और उस लड़के का भी जो सुदूर बीहड़ में बैठा अमिताभ के फिल्में देख कर और उनकी नकल करके खुद अमिताभ हो जाना चाहता है. इन संवादों के बाद कलाम और रणविजय के बीच घुड़सवारी सीखने और पेड़ पर चढ़ना सिखाने के लेन देन को लेकर दोस्ती हो जाती है. ഈ ഒരു ഡയലോഗ് കഴിഞ്ഞിട്ട് കലാമും രൺവിജയൻ്റെ നടുവിൽ ഘുഡ്സവാരി എന്ന് പറഞ്ഞാൽ കുതിരോട്ടവും പഠിപ്പിക്കാനും പേട് പർ ചढ़ने സിക്കാനും മരത്തിൻ്റെ മുകളിൽ കയറാനും പഠിപ്പിക്കാനുള്ള ഒരു തമ്മിലുള്ളൊരു എന്താ പറയുക ഡീൽ. ലേന്തെന്ന് പറഞ്ഞാൽ ഒരാൾ ഇങ്ങോട്ട് പഠിപ്പിക്കും, മറ്റൊരാൾ അവിടേക്കും പഠിപ്പിക്കും. ആ ഒരു ഡീലും പറഞ്ഞിട്ട് രണ്ടാളും തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പാവും. ഫിലിം കെ കിസ്സേ മേ ഏക് യാദ്ഗാർ കിസ്സ. ഇത് ഈ കുറേ കഥകളിൽ ഫിലിമിൽ കുറേ സീൻസ് ഉണ്ടല്ലോ, അതിൽ ഒരു യാദഗാർ നമുക്ക് ഓർമ്മയിൽ വെക്കാൻ പറ്റുന്ന ഒരു സീൻ എന്താണ്? ചായക്ക് ദുക്കാൻ ചലാനെ വാലേക്ക് അധൂരെ എക് തർഫ പ്രേം കാ. ചായക്കട നടത്തുന്ന അവിടുത്തെ ഒരാളുടെ എക് തർഫ പ്രേം എന്ന് പറഞ്ഞാൽ വൺ സൈഡഡ് ലവ്. അങ്ങനത്തെയും ഒരു അത് അധൂര എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായില്ല, അത് അവിടെ തന്നെ സ്റ്റോപ്പായി. അധൂര ഫുൾഫിൽ ആവാണ്ട് വൺ സൈഡഡ് ലവും और उस लड़के का भी जो सुदूर भीड़ में बैठा अमिताभ की फिल्म देख कर. അതിൽ വേറൊരു കഥാപാത്രമുണ്ട്, ഒരു ചെക്കനുണ്ട് ഇവിടെ ബീഹഡ് എന്ന് പറഞ്ഞാൽ. അവിടെ ഒരു കുറേ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൊക്കെ ഇരുന്നിട്ട് അമിതാഭിൻ്റെ ഫിലിമുകൾ കണ്ടിട്ട് ഉസ്കി നക്കൽ കർക്കെ, ആളുടെ കോപ്പി ചെയ്യുക. നക്കൽ എന്ന് പറഞ്ഞാൽ കോപ്പി കർക്കെ ഖുദ് അമിതാഭ് ഹോ ജാന ചാഹത്ത, സ്വയം അമിതാഭാകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിലിപ്പോൾ 4 ക്യാരക്ടറെ പറ്റി പഠിച്ചു. ഒന്ന് നമ്മുടെ കലാം, ചായക്കടയിൽ വർക്ക് ചെയ്യുന്നു. ആ കുട്ടിയുടെ ആഗ്രഹം എന്താണ്? നല്ലൊരു ഭാവിയിൽ നല്ലതാവണം, കലാമിനെ പോലെയാകണം, നന്നായി പഠിച്ച് നല്ല ബെറ്റർ ലൈഫ് ആകണം. മറ്റാളായിരുന്നു രൺവിജയ് എന്താണ്? കുട്ടിക്ക് സ്കൂളിൽ പോകുന്നത് തന്നെ പേടി. പക്ഷെ രൺവിജയ് ഇതിൽ നല്ലൊരു റാണ എന്നൊക്കെ വരുമ്പോൾ ഒരു നല്ലൊരു ഫാമിലി നിന്നാണ് ആ കുട്ടി വരുന്നത്. പക്ഷേ പഠിക്കാനും പേടിയാണ്, സ്കൂളിൽ പോകാനും ഇഷ്ടമില്ലാത്തൊരു കുട്ടി. പിന്നെയാണ് ചായവാല, ആ ചായക്കടയിലത്തെ ആ ചായക്കടക്കാരൻ എന്ന് പറഞ്ഞാൽ ആളുടെയാണ് ആ ചായക്കട. ആളുടെ വൺ സൈഡഡ് ലവ്, അതും കംപ്ലീറ്റ് ആവാത്തൊരു വൺ സൈഡഡ് ലവ്. പിന്നെ ഒരു കുട്ടി, ഒരു ചെക്കൻ്റെയാണ്. ആ കുട്ടിക്ക് എന്താണ്? അമിതാഭിൻ്റെ ഫിലിമൊക്കെ കണ്ടിട്ട്, പിക്ചറുകൾ കണ്ടിട്ട് ആളെപ്പോലെ ആകണം, ആളെ അനുകരിക്കാനും ആളെപ്പോലെ ആകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആൺകുട്ടി. ബസ് ഏക് ഫർക്ക് ഹെ, ഫിल्म में कलाम दिल्ली भी पहुंचता है और उसे अपनी पसंद के स्कूल जाने का मौका भी मिलता है. लेकिन मेरे बचपन में ऐसा नहीं होता. मोरपाल का स्कूल 8वीं के बाद छुड़वा दिया जाता है और वह अपने पिता की तरह आज भी
वहीं खेती मजदूरी करता है। इसलिए कलाम की कहानी 100 में एक की कहानी है। हमें बाकी 99 कहानियों को कभी भूलना नहीं चाहिए जो हमारे बचपनों में है. എന്നാൽ ഇത് കലാമിൻ്റെ ഈ ഒരു കഥ 100-ൽ ഒരു 100 എന്ന് പറഞ്ഞാൽ 100 അതിൽ ഒരു കഥയാണ്. ബാക്കി 99 കഹാനി, 99 എന്ന് പറഞ്ഞാൽ 99, 100-ൽ ഒരു കഥയാണിത്. അപ്പം ബാക്കി 99 കഥകളും നമ്മൾ മറക്കാൻ പാടില്ല. നമ്മുടെ ചെറുപ്പകാലത്തിൽ സംഭവിച്ചിട്ടുള്ള ആ കഥകളൊന്നും നമ്മൾ മറക്കാൻ പാടില്ല. फिल्म में हमारे नायक का असल नाम कलाम नहीं है. थाने पर काम करने वाले और बच्चों की तरह उसे भी सब छोटू कहकर बुलाते हैं. उसकी माँ जैसलमेर की किसी सुदूर देहात से आकर उसे भाटी सा की चाय की थड़ी पर काम करने के लिए छोड़ जाती है. वह अंग्रेजी तो क्या हिंदी भी ठीक से नहीं जानती, लेकिन छोटू सिर्फ छोटू होकर नहीं जीना चाहता. वह खुद को अपना नाम कलाम रख लेता है. फिल्म में हमारे नायक का असल नाम कलाम नहीं है. ഈ ഫിലിമിൽ നമ്മുടെ കലാമിൻ്റെ ശരിക്കുള്ള പേര്, അസൽ നാം എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള പേര് കലാമല്ല. थाने पर काम करने वाले और बच्चों की तरह उसे भी सब छोटू कहकर बुलाते हैं. ആ ഠാനയിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും മറ്റേ കുട്ടികളെ പോലെ, ദൂസരെ ബച്ചോं की तरह എന്ന് പറഞ്ഞാൽ മറ്റേ കുട്ടികളെയൊക്കെ പോലെ छोटू എന്നാണ് വിളിക്കുക. എന്താണ് വിളിക്കുക? छोटू. उसकी माँ जैसलमेर की किसी सुदूर देहात से आकर उसे भाटी सा की चाय की थड़ी पर काम करने के लिए छोड़ देती है. ആ കുട്ടിയുടെ അമ്മ ജയ്സൽമേർ എന്ന ഒരു സുദൂർ ദേഹാത്ത്, അവിടെ നിന്ന് വന്നിട്ട് ഭാട്ടീസാൻ്റെ ചായക്കടയിൽ വിട്ടു പോകുന്നതാണ്. അപ്പോൾ അംഗ്രേജി तो क्या हिंदी भी ठीक से नहीं जानती. അവൾ ഇംഗ്ലീഷ് പോയിട്ട് ശരിക്കും ഹിന്ദി പോലും അവർക്ക് പറയാൻ അറിയില്ല. ലേക്കിൻ छोटू सिर्फ छोटू होकर जीना नहीं चाहता. छोटू ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. वो खुद ही अपना नाम कलाम रख लेता. അവൻ സ്വയം അവൻ്റെ പേര് കലാം എന്ന് വയ്ക്കും. देहात എന്ന് പറഞ്ഞാൽ നാട്ടിൻപുറം. इस नाम में उसकी आकांक्षाओं का अक्स है. उसके हाथ की बनाई चाय में जादू है. भाटी सा भी उसकी कलाकारी की वाहवाही करते नहीं थकते. जगह ऐसी है कि विदेशी टूरिस्ट बहुत आते हैं. कलाम सीखने में तेज़ है. झट से उनकी बोली सीख जाता है और जल्दी ही विदेश से आई लूसी मैडम का भी दिल जीत लेता है. लूसी मैडम वादा करती है कि वे उसे अपने साथ दिल्ली लेकर जाएगी. दिल्ली में डॉक्टर कलाम हैं जिनसे मिलकर हमारे कलाम को कुछ कहना है. इस नाम में उसकी आकांक्षाओं का अक्स है. ആ പേരിലാണ് ആളുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ. ആകാംക്ഷ എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ സ്വപ്നത്തിൻ്റെ അക്സ് എന്ന് പറഞ്ഞാൽ പെർച്ചായി, ഷാഡോ, ചിത്രം. ആ കലാം എന്ന പേരാണ് കുട്ടി അങ്ങനെ ആവാനല്ല ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു പേരിലാണ് ആളുടെ ഒരു സ്വപ്നം, ആളുടെ ആ ഷാഡോ അല്ലെങ്കിൽ ആ ഒരു ചിത്രത്തിൻ്റെ സ്വപ്നം ഇരിക്കുന്നത്. ഉസ്കെ ഹാത്ത് കി ബനായി ചായ മേ ജാദു ഹെ. ആ കുട്ടി ഉണ്ടാക്കുന്ന ചായക്ക് എന്തോ ഒരു മാജിക് ഉണ്ട് എന്നാണ് പറയുന്നത്. ഭാട്ടി സാ ഭി ഉസ്കി കലാകാരിക്ക് വാവാ കർത്തെ നഹി തക്തെ. ഭാട്ടി സാ ആൾ പോലും ഈ കുട്ടിയുടെ കലാകാരികൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ ആളുടെ ഒരു ടാലൻറ്റിനെ എപ്പോഴും അതിനെ പ്രശംസിക്കുന്നതിൽ ആൾക്കൊരു മടിയുമില്ല. ജഗ ऐसी है कि विदेशी टूरिस्ट बहुत आते हैं. എങ്ങനത്തെ സ്ഥലമാണ് അത്? അവിടെ കുറേ ഈ ഫോറിൻ ടൂറിസ്റ്റ്സ് ഒക്കെ കുറേ അധികം വരുന്നൊരു സ്ഥലമാണ്. കലാം സീഖ്നെ മേ തേസ് ഹെ. കലാം അതൊക്കെ എല്ലാം പെട്ടെന്ന് പഠിക്കും, ഭയങ്കര സ്പീഡാണ്. झट से उनकी बोली सीख जाता है. പെട്ടെന്ന് അവരുടെ പറയുന്ന സംസാരം, അവരുടെ ഭാഷ അത് പെട്ടെന്ന് ആ കുട്ടി പഠിക്കും. और जल्दी ही विदेश से आई लूसी मैडम का भी दिल जीत लेता है. എന്താണ് വിദേശത്തിൽ നിന്ന് വന്ന ലൂസി മാഡം, ആളെ പോലും കയ്യിലാക്കുന്ന പറയുന്നത്, ആൾ ഹൃദയം നേടും. അത്രയും സ്മാർട്ടാണ് കലാം. ലൂസി മാഡം വാദാ करती है कि वे उसे अपने साथ दिल्ली लेकर जाएगी. ലൂസി മാഡം എന്താണ് പ്രോമിസ് ചെയ്യുക? വാദ എന്ന് പറഞ്ഞാൽ പ്രോമിസ്. ആ കുട്ടീനെ, കലാമിനെ ലൂസി മാഡത്തിൻ്റെ കൂടെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. दिल्ली में डॉक्टर कलाम है. ഡൽഹിയിലാണ് ഡോക്ടർ കലാം.
जिनसे मिलकर हमारे कलाम को कुछ कहना है. ആ കലാമിനെ കണ്ടിട്ട് എന്തോ പറയാനുണ്ട്. एक दिन रणविजय को उसके स्कूल में भाषण देने के लिए कहा जाता है. रणविजय परेशान है क्योंकि उसकी हिंदी इतनी अच्छी नहीं. कलाम ये जानता है और झट एक अच्छा सा भाषण लिख अपने दोस्त रणविजय को दे देता है. रणविजय प्रथम पुरस्कार पाता है. इस बीच राणा साहब के कारिंदे कलाम के घर तलाशी लेने आते हैं और वहीं कुंवर रणविजय की चीज़ों को पा कलाम पर चोरी का आरोप लगाते हैं. एक दिन रणविजय को उसके स्कूल में भाषण देने के लिए कहा जाता है. ഒരു ദിവസം रणविजयനോട് സ്കൂളിൽ പോയിട്ട് ഭാഷണം എന്ന് പറഞ്ഞാൽ ഒരു സ്പീച്ച് കൊടുക്കാനാണ് പറയുന്നത്. रणविजय परेशान है. रणविजय ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആവും, ഭയങ്കരമായിട്ട് ടെൻഷനിൽ വരും. എന്താണ്? क्योंकि उसकी हिंदी इतनी अच्छी नहीं. ആ കുട്ടിയുടെ ഹിന്ദി അത്ര നല്ലതായിരുന്നില്ല. कलाम ये जानता है. കലാമിന് ഇത് അറിയുമായിരുന്നു. और झट एक अच्छा सा भाषण लिख अपने दोस्त रणविजय को दे देता है. പെട്ടെന്ന് തന്നെ ഒരു നല്ലൊരു ഭാഷണം, നല്ലൊരു സ്പീച്ച് എഴുതിയിട്ട് സ്വന്തം കൂട്ടുകാരനെ ആ ഒരു സ്പീച്ച് കൊടുക്കും. रणविजय प्रथम पुरस्कार पाता है. रणविजय എന്താണ്? ഫസ്റ്റ്, അവിടെ പോയിട്ട് ഫസ്റ്റാണ് ആകുന്നത്. പ്രഥം പുരസ്കാർ നല്ല ഫസ്റ്റ് വിന്നർ അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൈസ് നേടുന്നു. ഇസ് ബീച്ച് റാണാ സാ കെ കാരിന്ദേ കലാം കെ ഘർ തലാശി ലേനെ ആത്തെ ഹൈ. അതിൻ്റെ ഇടയിൽ എന്താണ്? ഈ റാണ സാബ്, रणविजयൻ്റെ അച്ഛനാണ് റാണ സാബിൻ്റെ വർക്കേഴ്സ് കലാമിൻ്റെ വീട്ടിലേക്ക് വരും. എന്താണ്? ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അവിടെ എന്തൊക്കെയോ और वहाँ कुंवर रणविजय की चीज़ों को पाकर, അവിടെ എന്താണ്? അവിടെ പോയിട്ടൊക്കെ ചെക്ക് ചെയ്യുമ്പം എന്താണ് കിട്ടുക? കുंवर സാഹാബ് എന്ന് പറഞ്ഞാൽ रणविജയുടെ കുറേ സാധനങ്ങൾ കലാമിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുമ്പം അവനെന്താണ്? ചോറി കള്ളം എന്താണ്? നമ്മൾ എന്താ ചെയ്യുക? മോഷണക്കുറ്റത്തിന് അവനെ അതിൽ പറയുക. അവനാണ് മോഷ്ടിച്ചത് എന്നുള്ളൊരു കുറ്റകൃത്യം അവളുടെ മുകളിലിടും. ലേക്കിൻ കലാം ഫിർ കലാം ഹെ. കലാം തന്നെയാണ്. ഇസ് ഝൂഠെ ആരോപ് കെ സാമനെ ഭി. ഈ അവരെന്താണ്? ശരിക്കും തെറ്റിദ്ധാരണയുടെ മുകളിലാണല്ലോ, ഒരു തെറ്റായ ആരോപണമാണല്ലോ ആ കുട്ടിയുടെ മുകളിലിട്ടിട്ടുള്ളത്. അത് അറിഞ്ഞുകൊണ്ട് പോലും അപ്പനി ദോസ്തി കാ പ്രൺ നഹി തോർത്ത, ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പ്രോമിസ് ആ കുട്ടി അത് പൊട്ടിക്കില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെ ആ കുട്ടി ഫോളോ ചെയ്യും. കാരണം എന്തുകൊണ്ടാണ്? യേ ജാൻകർ റാണ കുവർക്കോ ഉസ്സെ ദോസ്തിക്ക് സസ ദേങ്കെ. റാണ കുവർക്കോ എന്ന് പറഞ്ഞാൽ അവനറിയാം അവൻ്റെയും മറ്റേ रणविജയും തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എന്ന് അറിഞ്ഞാൽ ഇവരുടെ അച്ഛൻ ആ കുട്ടീനെ പണിഷ് ചെയ്യും. സസ എന്ന് പറഞ്ഞാൽ പണിഷ് ചെയ്യും എന്നറിയാം. വ ചോരി ക ഇൽസാം സഹ ജാത്ത ഹെ. അതിനാൽ അവൻ്റെ മുകളിൽ കുറ്റപ്പെടുത്തിയ ആ ഒരു കള്ളനാണ് എന്നുള്ള ഒരു കുറ്റകൃത്യം ആൾ ഏൽക്കും എന്നാണ് ഇവിടെ പറയുന്നത്. पर उन्हें अपनी दोस्ती के बारे में नहीं बताता. यही वह तय करता है कि वह अपनी चिट्ठी सीधे अपने हमनाम डॉक्टर कलाम को दिल्ली जाकर खुद देगा और वह अकेला ही निकल पड़ता है. रास्ते में मुश्किलें हैं लेकिन कथा के अंत में कलाम को अपनी मंजिल मिलती है. അപ്പോൾ അവിടെ തന്നെ ആ കുട്ടി നിശ്ചയിക്കും എന്താണ്? കാരണം എല്ലാവരും അവനെ കുറ്റപ്പെടുത്തി, അവനൊരു കള്ളനാണെന്നുള്ളത് പറഞ്ഞു. പക്ഷെ അവനത് ഏറ്റെടുക്കും സ്വന്തം സുഹൃത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർ തമ്മിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് അവൻ മിണ്ടില്ല അവിടെ. പക്ഷേ യഹി വ തയ കർത്താ ഹെ കി വ അപ്നി ചിട്ടി സീതെ അപ്നെ ഹംനാം ഡോക്ടർ കലാം കോ ദില്ലി ജാക്കർ ഖുദ് ദേഗ. അവിടെ തന്നെ അവൻ തീരുമാനിക്കും എന്ത്? ആ ലെറ്റർ, അവൻ്റെ ഒരു ലെറ്റർ, അവൻ്റെ ഹംനാം എന്ന് പറഞ്ഞാൽ ആ പേരിലാണല്ലോ കുട്ടിയും അറിയപ്പെടുന്നത്. കലാം എന്ന പേരാണല്ലോ സ്വന്തം ഇട്ടിട്ടില്ല. അപ്പോൾ സ്വയം പേരുള്ള ഡോക്ടർ കലാമിനെ ഡൽഹിയിൽ പോയിട്ട് ആ ലെറ്റർ സ്വയം ആ കുട്ടി കൊടുക്കും എന്ന് ആ കുട്ടി അവിടെ ഇരുന്ന് തീരുമാനിക്കും. और वो अकेला ही निकल पड़ता है. സ്വയം ആ കുട്ടി ഒറ്റയ്ക്ക് തന്നെ ആ ഡോക്ടർ കലാമിനെ കാണാൻ അവിടുന്ന് പുറപ്പെടും. रास्ते में मुश्किलें हैं. വഴിയിൽ കുറേ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. लेकिन कथा के अंत में कलाम को अपनी मंजिल मिलती है. പക്ഷേ ആ കഥയുടെ അവസാനം കലാമിൻ്റെ ആ ഒരു വിചാരിച്ച ആ സ്ഥലത്തേക്ക് കലാം എത്തിപ്പെടും. ഇതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നു. നല്ല രസകരമായ ഒരു ചാപ്റ്റർ തന്നെയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്നായി കേട്ട് പഠിക്കണം. കാരണം
എഗെയിൻ 10th ക്ലാസ്സാണ്. നമ്മൾക്കത് ചാപ്റ്റർ നന്നായിട്ട് അറിഞ്ഞാലേ അതിൽ നിന്ന് വരുന്ന ഏതൊരു ക്വസ്റ്റ്യനും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായി കേട്ട് പഠിക്കണം. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ സെൻഡ് ചെയ്യാവുന്നതാണ്. തീർച്ചയായും ഞാനത് കേട്ടിട്ട് അതിനുള്ളൊരു റിപ്ലൈ തരുന്നതാകും. അടുത്ത സെക്ഷനിൽ നമ്മൾക്ക് ഇതിൻ്റെ ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ ആയിട്ട് തിരിച്ച് കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.